തഞ്ചാവൂര് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് ഭാഗമാട്ടത്. ഒരു നല്ലൊരു വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വെച്ചായിരുന്നു, പക്ഷെ ബസ് കയറി നല്ലൊരു ഉറക്കം വരും. അതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മളെ വ്ളോഗും കാര്യങ്ങളും നടന്നില്ല. അപ്പൊ നമ്മള് മുമ്പ് തഞ്ചാവൂര് അതിന്റെ ബാക്ക് സൈഡ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാ, റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡ് കണ്ടോ? അതുകൊണ്ട് നടക്കാണ്ട്, ഇത്തിരി ദൂരം നടക്കാണ്ട് കേട്ടോ. വരുമ്പോ ഭയങ്കര മഴ, പക്ഷെ ഇവിടെ മഴ ഇല്ല, കുറച്ച് സീറ്റ്. നല്ലൊരു മഴ, ബസ്സിലെ നല്ലൊരു മഴ ആസ്വദിക്കാൻ കഴിയും. നല്ലൊരു പനി പിടിച്ച് ജലദോഷം ആകണ്ട് സ്കെൽട്ടായിട്ട് എന്തോ ഞാൻ തന്നെയാണോന്ന് അറിയാത്ത അങ്ങനത്തെ ഒരു കോലായിക്കണം. അപ്പൊ നമ്മള് എന്താ പറയാ, വീണ്ടും നമ്മൾ വന്ന വഴിക്ക് തന്നെ പോകുന്നത്. നമ്മൾ പോകുന്നത് ആർക്കാട് തന്നെ കേട്ടാ. അവിടെ ഒരുപാട് എന്താ പറയാ വീഡിയോകൾ എടുക്കാൻ ഇഷ്ടം പോലെ ഒരുപാട് സ്ഥലങ്ങൾ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുക്കും വേണം. കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് തന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു എത്ര മാസം ഉണ്ടാവും എന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്യണം, നമുക്ക് മറ്റേ രാജസ്ഥാനിക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. രാജസ്ഥാനിക്ക് എന്തായാലും ചിലപ്പോൾ നാട്ടിൽ പോകണം, ഒന്ന് മോളൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. എൻ്റെ മോള് മിനിയാന്ന് തന്നെ വീഡിയോ കോൾ ചെയ്താൽ പറഞ്ഞിരുന്നു, ഇനി വ്ളോഗ് ചെയ്യുമ്പോൾ എൻ്റെ പേര് പറയണം ഉപ്പച്ചി എന്നിട്ടാ പറഞ്ഞിരുന്നു. പ്രത്യേകം എൻ്റെ മോളെ എന്തായാലും ഒരു ദിവസം മോളെ നമുക്ക് വ്ളോഗിലൊക്കെ കൊണ്ടുവരും. നാട്ടിൽ പോകണം. അതിന് മോളെ പേര് സാറ നൗഫീർ എന്നാണ്. 2 വയസ്സായിട്ടുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഒരു സ്വഭാവമുള്ള പ്രത്യേക തരം ഒരു ക്യൂട്ടാണ്. റെയിൽവേ സ്റ്റേഷനായിട്ടാണ് കാണുന്നത്. യാത്രകൾ എന്താ പറയുക, ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുന്ദരമായ ഓരോ നിമിഷങ്ങളും നമ്മളെ കൽബിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത് നമുക്കറിയാൻ കഴിയുള്ളൂ. ഓരോ യാത്രയിലും ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ഓരോ ആളുകളെ പരിചയപ്പെടുമ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവുന്ന ഓരോ സന്തോഷങ്ങൾ, ഓരോ അനുഭവങ്ങൾ, അവരെ പറ്റിയുള്ള അനുഭവങ്ങൾ, അവർക്ക് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഓരോ വിഷയങ്ങൾ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അനുഭവങ്ങൾ, അങ്ങനെ പല പല വിഷയങ്ങളായിട്ട് ഇപ്പം എല്ലാ യാത്രയിലും എന്താ പറയുക, എല്ലാ യാത്രയിലും ഓരോ വിഷയങ്ങൾ പറയണ്ടാവും. ചിലപ്പം ഓരോ കാഴ്ചകളെ പറ്റിയിട്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഓരോരുത്തരെ പറ്റിയിട്ടായിരിക്കും. ഇവിടുന്ന് എനിക്ക് തിരുച്ചിറപ്പള്ളി നിന്നാണ് രാത്രി ട്രെയിന്, 10:15. ഇപ്പം ടൈം കുറച്ചായിട്ടുള്ളൂ. അപ്പം ഞാൻ ഓക്കെ, ഇതാണ് നമ്മളെ ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇല്ല. ടിക്കറ്റ് കൗണ്ടർ ഫ്രണ്ടിലല്ലേ ഓൺലി. അപ്പോൾ അതാ ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. 2 പേർക്ക് മെഷീനുണ്ട്. ഏകദേശം 50 രൂപയായി ടിക്കറ്റിന്, 50 രൂപ. ഇങ്ങനെയൊക്കെ പോവാം. ഇങ്ങനെ മേലെ കൂടി ആയിട്ടും എനിക്ക് പിന്നെ നോമ്പുണ്ടായതുകൊണ്ട് മേലെ കൂടി കയറാനൊരു മടി. അടിയിൽ കൂടി ഒരു വഴി ഉണ്ടായിരുന്നു, വാഹന്മാരത് അടച്ചിരിക്കണിട്ടാ. മേലെ കൂടി കയറി തന്നെ വേണം, രക്ഷയില്ല. എന്താ ചെയ്യുക, സ്റ്റെപ്പ് കയറണം. നമുക്ക് പോണ വൈക്കുള്ള ആൾക്കാരവരൊക്കെ ഡേഞ്ചറാ. രാത്രി ആയാലും സ്വഭാവം മാറുക. അന്ന് രാത്രി ഇവിടെ പെട്ടിട്ട് എൻ്റെ അമ്മോ ഇവർ കുറച്ചിട്ട് പിന്നാലെ ഓടിയിട്ട് എന്തായാലും പനിയുടെ ഒരു എന്താ പറയുക, കുറച്ചൊരു ക്ഷീണം കണ്ട് എന്നാലും ഉണ്ട്. പനി വിട്ട്, പക്ഷേ എന്ത് കഴിച്ചാലും വായക്കൊരു രുചി കിട്ടുന്നില്ല. എന്താട്ടാ തഞ്ചാവൂർ നമ്മളന്ന് രാത്രിയാണ് വന്നിരുന്നത്. നമുക്ക് രാത്രി ഇവിടുത്തെ ഇതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല.
തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പോകുന്ന ട്രെയിന് ലേറ്റാണ്. ഓ കഫം നിറഞ്ഞിട്ട് ആ സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ ശ്വാസം കിട്ടാത്ത പോലെ. ആ പണിയായിക്കണ്. എന്താ പറയുക, ഫുൾ ചെക്കപ്പിനുള്ള സമയമായിക്കണ്. ഫുൾ ചെക്കപ്പ് ചെയ്യണം. നാലാമത്തെ 5ാമത്തെ ടോട്ടൽ 5 പ്ലാറ്റ്ഫോമാണ്. രസമായിട്ട് കാണാൻ സ്ഥലം. നമുക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടുന്ന് ആകെ ഒരു മണിക്കൂറുള്ളൂ. 1 മണിക്കൂറുള്ളൂ കേട്ടോ. അപ്പോൾ തഞ്ചാവൂർ വന്നിട്ട് തഞ്ചാവൂരിൽ നിന്ന് ബസ് കയറും ചെയ്യാം തിരുച്ചിറപ്പള്ളിക്ക്, അല്ലാതെ ട്രെയിന് കയറും ചെയ്യാം. എനിക്ക് ബസ്സിൽ വയ്യ, ചിലപ്പോൾ സീറ്റൊന്നും കിട്ടൂല. സ്റ്റാൻഡിൽ പോയ സീറ്റ് കിട്ടും, പക്ഷേ ഇരിക്കാൻ വയ്യ. ബസ്സിലാ വെട്ടും കൊണ്ടും കുഴിയും. ട്രെയിനിലാകുമ്പോൾ നേരെ ഒരു പോക്ക് പോയിക്കോളും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി. ഇവിടുന്ന് ലോക്കലിൽ 50 രൂപ ഉള്ളൂ. ഒരു 50 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, തിരുച്ചിറപ്പള്ളി പോയി ഇറങ്ങാം. തിരുച്ചിറപ്പള്ളി ഫോർട്ടും ഉണ്ട്, തിരുച്ചിറപ്പള്ളി ജംഗ്ഷനും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടാ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ രാത്രിയാണ് ഇവിടെ കണ്ടിരുന്നത്, പകലൊന്ന് കാണാന്നുള്ളത്. ഇപ്പൊ തിരുച്ചിറപ്പള്ളി ഫോർട്ടിൽ ഇറങ്ങണോ അതോ ജംഗ്ഷനിൽ ഇറങ്ങണോ എന്നുള്ള കൺഫ്യൂഷനാണ്. എന്തായാലും 10:15 അവിടെ കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കും. പക്ഷെ വയ്യ, നോമ്പുണ്ട്. വരാത്തതിന് ക്ഷീണം ഓൾറെഡി ഉണ്ട്. ഒക്കെ ടയേർഡാണ്. ഓ ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. ഫ്രണ്ട് ഭാഗം ഞാൻ അതിലൂടെയാണ് എപ്പോഴും ഇറങ്ങല്. നമ്മൾ ഈ ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിവിടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളായിട്ടുള്ള ഇവിടെ ഇത് ഉണ്ടാക്കി വരുന്നുണ്ട്. എന്താ ടെമ്പിൾ മാതിരി പോകുന്നുണ്ടല്ലോ, ഐഡിയില്ല. അവിടുത്തെ പാർക്കിംഗ് ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ റെയിൽവേ സ്റ്റേഷനാണ്. നല്ല രസമാണ്. എന്താ അങ്ങനെ തഞ്ചാവൂർ ഇവിടെ എന്തൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. തഞ്ചാവൂർന്ന് എഴുതി വെച്ചു, ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. ഫുള്ള് പണി ചെയ്യാണ്. ആണ് ഫ്രണ്ട് ഭാഗം. നമ്മളെ ട്രെയിൻ ലേറ്റാ. ഞാൻ എപ്പോഴും ഈ വഴിയിലൂടെ ഇറങ്ങല്. ഈ വഴിയിലൂടെ ഇറങ്ങിയിട്ടാണ് ഞാൻ വെളിയെ പോക്ക്. ഇന്നെന്താക്കി അതിലൂടെ പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ്
നമുക്ക് വേണ്ടത്. അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്, തീർച്ചയായും നിങ്ങൾ മറക്കരുത്. ഓക്കെ, അത് കുറവാട്ടോ. നമ്മളെ ട്രെയിൻ വരാനായിക്കണം. ട്രെയിൻ വരാനുള്ള സമയമായി തുടങ്ങി. ആൾ കുറവാണ്. കണ്ടാൽ പറയില്ല അത് 5 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ ഉമ്മ ഇരിക്ക. നമ്മളെ സുഹൃത്തുണ്ട് കേട്ടോ, നമ്മളെ സുഹൃത്താണ്. ഉണ്ടല്ലേ, രാത്രി ആയാലാണ് സ്വഭാവന്മാർ. പകലായ ഉറങ്ങും, രാത്രിയായ ഓൻ പുറത്ത് ചാടും. ഭയങ്കര. അവനക്ക് ഞാനൊരു പേര് വിട്ടു, പിങ്കി. പിങ്കി അതാ പോണേ, പിങ്കി അതാ പോണേ. എന്താ പിങ്കി? അതാ കണ്ടില്ല. അവൻ സ്വഭാവം മാറി തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ല, ആടുകൾ കണ്ടില്ല. ഇതിലൊന്നും ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു കയറുണ്ടാവും കഴുത്തിൽ, അത് തിരഞ്ഞെടുക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇതിനൊന്നും ആൾക്കാരില്ല. എന്താ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇപ്പം എന്താ തിന്നാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഫുഡും ഇല്ല, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫുഡ് വേസ്റ്റ് ഒക്കെ തിന്നുന്നു. ട്രെയിൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ വരാനായിട്ട്. നമ്മുടെ ട്രെയിൻ ലേറ്റാണ്, ഭയങ്കര ലേറ്റാണ്. 2:35 എത്തേണ്ട ട്രെയിൻ ഏകദേശം 3:08 കാണിക്കുന്നത്. രാമേശ്വരം എക്സ്പ്രസ് ആട്ടാ ട്രെയിൻ വരുന്നുണ്ട് കേട്ടാ. അവിടെ നിർത്തിയാ റൈഡില്ല, വരുന്നുണ്ട്. ഇവിടെ ട്രെയിന് ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ആകെ ഒരു മണിക്കൂർ ലേറ്റാണ്. ഇനിയിപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. എത്ര ഉണ്ടാവും? തഞ്ചാവൂർ ടു തിരുച്ചിറപ്പള്ളിക്കാണ്. ഇന്ന് പിന്നെ റിസർവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ലോക്കലിൻ്റെ അടുത്ത് വരുന്നുണ്ട്. വന്നൂടിൻ്റെ ട്രെയിന് മഴ പെയ്യണ്ടിട്ടാ, നല്ല വൈബായിരിക്കും. മഴയും ട്രെയിൻ യാത്ര കാണണ്ട. മഴ ഇതാ പെയ്യുന്നുണ്ട്. ആളില്ലല്ലേ ട്രെയിനില്, ആളില്ല. ഒരാളില്ല ട്രെയിനില്. മഴ പെയ്യണം. അപ്പോൾ മഴയും ട്രെയിൻ യാത്രയും കൂടിയാണ് ഇന്നത്തെ യാത്ര. കുറേ ആയി ഇതേമാതിരിയൊക്കെ ഒന്ന് കിട്ടിയിട്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റൂല, പനി പണ്ട് മാറിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ മഴ കൊണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കാണ്ടാവുള്ളൂ ഹോസ്പിറ്റലിൽ. ജനറൽ കമ്പാർട്ട്മെന്റ് നല്ല ആളുണ്ട്, നല്ല ആളുണ്ട്. എന്താ അവസ്ഥ അറിയാം, നല്ല ആളുണ്ട് ഇവിടെ. ആൾ ഒരുപാട് ഇറങ്ങാനുണ്ട്. അത് നമുക്ക് കയറാം. കയറിയിട്ട് എന്താണ് അവസ്ഥന്നൊക്കെ അറിയാം. അത്യാവശ്യം ആൾ ചെക്കിങ് ഉണ്ട് കാര്യം. നമ്മളെ കൂടെ ഫുള്ള് എന്താ പറയാ ബംഗാളീസാണ്. നമ്മളോടും വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പറ്റി കയറിയതാ. നമ്മളെ ബാഗ് ചെക്ക് ചെയ്തിട്ടില്ല, എന്താ പാടുന്നുള്ള എനിക്കറിയാം. എന്തോ ഒരു കവറിൽ, ബ്ലാക്ക് കവറിൽ എന്തോ കിട്ടിയിട്ടുണ്ട് കാര്യം. പാമ്പരാക്കും കാര്യങ്ങളും ഒക്കെ അവിടെ പൊക്കിയാ തിരിച്ചു കൊടുത്ത ഒരു ഐഡിയ ഇല്ല. പൊക്കി കൊണ്ടുപോകാവോ സാധനം തിരിച്ചെടുക്കാനോ പറ്റുന്നു. പക്ഷെ കയ്യിൽ വെക്കാൻ തോന്നുന്നു.
ഓക്കെ അപ്പൊ ഫേസിലേ അപ്പൊ അപ്പൊ അവര് ചോദിക്കും എന്നെ ഇപ്പൊ വീഡിയോ എടുത്തേന്ന്. അപ്പൊ അവര് വീഡിയോ ഇനിയിപ്പോ എല്ലാവർക്കും പോകില്ല. അപ്പൊ അവര് നാട്ടിലുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോശം. അപ്പൊ ഞാൻ പറഞ്ഞ് ഫേസ് ഇല്ല, ഓൺലി ആ കവർ മാത്രം കിട്ടിയിട്ടുള്ളൂ. നല്ല ചെക്കിങ് നടക്കുന്നുണ്ട് ട്രെയിനിൽ. അതായത് തഞ്ചാവൂരിന്ന് കയറിയ പോലീസാണിത്. നല്ല അടിപൊളി ചെക്കിങ് ആണ്. അപ്പൊ കള്ളന്മാരൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. നല്ല ചെക്കിങ് ആണ് ട്രെയിനില്. ഏ അപ്പൊ സൂക്ഷിച്ചോളി. സൂക്ഷിച്ചാ സൂക്ഷിക്കണ്ട. നമ്മളെ സ്റ്റോപ്പ് എത്തിയിട്ടാ. ഇത് ഫുള്ള് ബംഗാളിസാണ്. പിന്നെ ഇങ്ങനെ കയറി ചെക്ക് ചെയ്യാതിരിക്കുക. ഹായ് ഒരു നായി കാണിക്കുന്നു. അപ്പൊ ഇന്നോട് എന്നെ കണ്ട മൂപ്പർക്ക് ഒരു ബംഗാളി ആയി തോന്നിയില്ല, മലയാളി ആയിട്ട്. മൂപ്പര് ഞാൻ അവിടുന്ന് വരുമ്പോ കേറണൊന്നും കണ്ടില്ല, ഞാൻ സംസാരിക്കുന്നൊക്കെ കേട്ടും ചെയ്തു. പക്ഷെ ആ കവർ തിരിച്ചു കൊടുത്തിട്ടാ. കവറിൽ നല്ല സാധനങ്ങളുണ്ട്. എന്താണ് പാമ്പരാക്ക് അതുപോലത്തൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മള് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തി. തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തിട്ടാ. ഇത് വെള്ളത്തെ ഇന്ന് വെള്ളം വന്നാണോ, പൈപ്പിന്ന് വന്നാണോ, ഒരു ഐഡിയ ഇല്ല. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ എത്തി. കുറച്ചും കൂടി ഉണ്ട്. കുറച്ചും കൂടിയാണ്. ഈ സൈഡിലാണോ ആ സൈഡിലാണോ ഒരു ഐഡിയ. നല്ല അടിപൊളി പച്ചപ്പുള്ള സ്ഥലങ്ങൾ. നല്ല മയക്കാറുണ്ട്. നല്ല എന്തോ പരിപാടി നടക്കുന്നുണ്ട്. മൈക്ക് വീണുപോയി. ഞാൻ ട്രെയിനിൽ പോകുമ്പോ ഞാൻ പോയി. പക്ഷെ കിട്ടി എന്തോ ഭാഗത്തിനിട്ടാ പോത്തിനും പിടിച്ച്. എന്താ രസല്ലേ കാണാന്. അവിടുന്ന് വളഞ്ഞിങ്ങനെ രസം തന്നെ വേറെ. അതിനകത്ത് എന്തൊക്കെയാ പരിപാടി എടുക്കുന്നത് റെയിൽവേന്റെ ആൾക്കാര്. എന്തൊക്കെയാ പരിപാടി എടുക്കുന്നത്. അങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ട. ഏഹ് ഓ രക്ഷയില്ല. വാഴയുടെ രുചി പനി വല്ലാതെ കഫം കണ്ട് അടിഞ്ഞിട്ട്. എന്തായാലും ഒന്ന് ആർക്കാട് എത്തട്ടെ. ആർക്കാട് എത്തിയിട്ട് വേണം ഡോക്ടറെ ഒന്ന് കാണിക്കണം. നമ്മളെത്തി, ചിത്രപ്പള്ളിയിലെത്തി. ഇതില് ഒരു നമ്മള് യൂസ് ചെയ്യുന്ന മൈക്കില് AI നോയിസിലേഷൻ ഉണ്ട്. അപ്പൊ AI ഇതിപ്പം ചെക്ക് ചെയ്ത് നോക്കിയത് എന്താ പാടുന്നു. എങ്ങനെയെന്ന് അറിയില്ല, ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് ഇറങ്ങേണ്ടത്. അപ്പുറത്തെ സൈഡിലാട്ടാ ഇറങ്ങേണ്ടത്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. തിരുച്ചിറപ്പള്ളി ഫോർട്ടും ഉണ്ട്. അവിടെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ ഞാൻ വന്നിട്ടുണ്ട്. തിരുച്ചിറ ജംഗ്ഷന്റെ ഈ സമയത്തൊന്നും ഞാൻ ഇവിടെ എത്തിയിട്ടില്ല. രാത്രി സമയത്താണ് എത്തിയിട്ടുള്ളൂ. ആ സൈഡിലാണ് നമുക്ക് ഇറങ്ങുന്നത്. എന്തായാലും പിന്നെ ഈ സൈഡിലേക്ക് ഞാൻ വരുന്നുണ്ടാവും. സമയമുണ്ട് ഒരുപാട്. പക്ഷെ നോമ്പായോണ്ട് കഴിയൂല എടുക്കാൻ. അവിടെ ഒരു ട്രെയിനൊക്കെ വന്നെടുക്കും. നമുക്ക് അപ്പുറത്തെ സൈഡാ, അപ്പുറത്തെ സൈഡ്. ആ സൈഡിലാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അപ്പൊ ട്രെയിന് സ്ലോ ആയിട്ടാണ്. വീണ്ടും ഓർമ്മിക്കുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളൊരു പുതിയ ചാനലാണ്. ഇറങ്ങാണ് തിരുച്ചിറപ്പള്ളി ജംഗ്ഷന്.
എത്തിയിട്ടാ. പക്ഷെ ട്രെയിന് അവിടുന്ന് നമ്മൾ തഞ്ചാവൂർ എത്താൻ കുറച്ച് ലേറ്റ് ആയി എന്നല്ലാതെ ഇവിടെ കറക്റ്റ് സമയത്താണ് എത്തിക്കണേ. ഏഹ് കറക്റ്റ് 1 hour. അല്ല 1 hour അല്ല, 1 hour ഒരു 10 minute. തിരുച്ചിരാപ്പള്ളി ജംഗ്ഷൻ. നമ്മള് ഇങ്ങനെ പുറത്തു പോവാണ്. ഇതില് ഫുള്ള് ഭായിമാര് വണ്ടിയിലെ. പിന്നെ എങ്ങനെ ചെക്ക് ചെയ്യാതിരിക്കും അവര്? അവർക്കൊരു സന്തോഷം, എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടായിരിക്കും. കേട്ടോ, ഇവിടൊക്കെ ചെക്കിങ് ഉണ്ടാവും. ഇനിയിപ്പോ ഇവിടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇനി പുറത്തു പോവാ. അതൊക്കെ നല്ല ആളുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പുറത്ത് ഒരു ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ഇത് മൊത്തം കൊണ്ട് ഈ ട്രെയിനത്തെ ആൾക്കാരാണ്. തിരുച്ചിരാപ്പള്ളി ഇറങ്ങിയപ്പോ ട്രെയിൻ കാലിയെന്ന് തോന്നണ്ടാ, ഒരാളും ചെയ്യാ, ട്രെയിൻ കാലിയായി. എന്തായാലും നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടേ എന്താണ് ഇപ്പൊ അവിടെ പുറത്തൊക്കെ കാണാൻ പറ്റിയ ഉണ്ടോ എന്നുള്ളൊക്കെ വീഡിയോ എടുത്തു. രാത്രി ഞാൻ വന്നിട്ടുണ്ട് എന്നല്ലാതെ, രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ട് എത്തിയിട്ടുണ്ടെന്നല്ലാതെ പകല് എന്താന്നുള്ളത് അവരിങ്ങനെ നോക്കുന്നു. ഭയങ്കര എന്താ പറയാ, മീശ മീശ ഇല്ല, എന്നാലും മീശ എണ്ണായിരം അങ്ങനെ നിക്കണേ. മുഖമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാ പഠിച്ച് മേത്ത അവസ്ഥയില് നിൽക്കണേ. ആ സൈഡ് പോവാ. തിരുച്ചിരാപ്പള്ളി എന്തോ ഒരു സൗണ്ടിന് കുറവുള്ള പോലെ ഉണ്ട് സുനേഷനിലെ. സൗണ്ടിന് ഒരു എന്താ പറയുക, സംസാരിക്കുമ്പോൾ ഒരു സൗണ്ട് വെളിക്ക് കുറവുള്ള പോലെ. ഇതിൽ 4 ഓപ്ഷനാണ്. അതിൽ റെഡ് വരുന്നത് മൈക്കിൻ്റെ റെഡ് വരുന്നത് മ്യൂട്ട് ഓപ്ഷൻ, പിന്നെ ബ്ലൂ വരുന്നുണ്ട്. അതൊരു മീഡിയം തരത്തിൽ നോയിസ് ക്യാൻസലേഷനൊക്കെ കറക്റ്റാട്ടാം, കുഴപ്പമില്ല. പക്ഷെ നമ്മളിനിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് പുറത്തേക്കല്ല നടന്ന് നടന്ന് ഇവിടെ ലിഫ്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കയറി പോകാനുള്ള പരിപാടിയാണ്. അടുത്ത സ്റ്റെപ്പുകൾ സ്റ്റെപ്പാണ്, കയറി പോവാൻ. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോണ്ടല്ലോ, അതൊരു വേറെ രസം തന്നെ. ഇനി അടുത്ത് നമുക്ക് ഇവിടുന്ന് ഇവിടെ എത്ര പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു? 8. നമുക്ക് പോകേണ്ടത് ഇപ്പുറത്തെ സൈഡില്. നമുക്ക് പോകേണ്ടത് ഇപ്പുറത്തെ സൈഡില്. നമ്മൾ പോവാണ്. അവിടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് കയറിയപ്പോൾ തന്നെ ശ്വാസം കിട്ടാതായി. കഫെന്ന് പറഞ്ഞിട്ട് ശ്വാസം കിട്ടുന്നില്ല. അമ്മ, ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം എനിക്ക്. നമുക്ക് എന്തായാലും എക്സിറ്റ് അടിക്കാം പുറത്തേക്ക്. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ ട്രെയിൻ നമുക്ക് എന്ത് ചെയ്യും? വർക്കിംഗ് അല്ല, വർക്കിംഗ് അല്ല. സ്റ്റെപ്പ് ഇറങ്ങാം. നമുക്ക് രാത്രി 10:15 ട്രെയിനുള്ളത് ഇവിടുന്ന് കാട്ട്പാടിക്ക്.
അതന്നെ സീറ്റ് കൺഫേം ആവാൻ കുറച്ച് പാടേന്ന്. തൽക്കാലം കിട്ടിക്കണേ എന്നാൽ കൺഫേം ആയിട്ടാ. അതിന് ട്രെയിനിൻ്റെ ടിക്കറ്റ് ഏകദേശമായി 515 രൂപ. 555 രൂപ ട്രെയിൻ ടിക്കറ്റ്. പിന്നെ പുറത്തേക്കുള്ള എല്ലായിടത്തും പോലീസ്. ഇവിടുത്തെ എന്താ ഇതിൻ്റെ ഉള്ളിലുള്ള കാറ്ററിംഗ് സ്റ്റാളുകളാണ്. അപ്പം നല്ല രസമുണ്ടല്ലേ കാണാൻ. അതായത് ആനന്ദ ഭവന് സ്വീറ്റ് സ്നാക്സ് റെസ്റ്റോറൻറ്റ് ഒക്കെ സംസാരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഈ സൈഡൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എന്തായാലും ഇനിയുണ്ട് ഏകദേശം